ഹായ് ഡിയേഴ്സ്, നമ്മളെല്ലാവരും കൂടിയിട്ട് പുതൂർ ഉത്സവത്തിന് പോവുകയാണ് കേട്ടോ. അട്ടപ്പാടിയിലുള്ള 3 പഞ്ചായത്തിലൊന്നാണ് പുതൂർ പഞ്ചായത്ത്. അവിടുത്തെ മെയിൻ ഉത്സവങ്ങളിലൊന്നാണ് ഇന്ന് നടക്കുന്നത് കേട്ടോ. അപ്പം സാധാരണ അയ്യപ്പൻ വിളക്കും ശിവരാത്രിയും പോലെയല്ല കേട്ടോ ഇവിടുത്തെ ഉത്സവം. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു മാസത്തോളം കഠിന വ്രതം എടുത്തിട്ടാണ് ഇവിടെ ആൾക്കാർ തേര് വലിക്കുന്നത് കേട്ടോ. അതൊരു വർഷം മുമ്പേ ആരൊക്കെയാണ് വലിക്കുക എന്നുള്ളത് അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. അവർ നല്ലപോലെ വ്രതം എടുത്ത ശേഷമാണ് ഇത് വലിക്കാനായിട്ട് പറ്റുള്ളൂ. എല്ലാവർക്കും ഇത് പറ്റില്ല കേട്ടോ. ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലാണ് ഇതിൻ്റെ കൊളുത്ത് ഇടുന്നത്. എന്നിട്ട് ഓടിയിട്ടാണ് ഈ തേര് വലിച്ച് അമ്പലത്തിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലെ ഒരു തേരൊന്നുമല്ല, ഒരു 10-12 തേരുണ്ടാവും ബാക്കിലായിട്ട്. ഒരു ദേശത്തു നിന്നുള്ള തേര്, അപ്പുറത്ത് ഉമ്മത്താമ്പടി ഭാഗത്തുനിന്ന് ഇതുപോലെ തന്നെ 10-12 അവിടെ നിന്നും വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ നേരെ പോയത്. ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തേരുവലി തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ കൂടെ ഈ ഘോഷയാത്രയുടെ കൂടെ പോവുകയാണ് കേട്ടോ. അത് ഈ ഘോഷയാത്ര നേരെ ചെല്ലുന്നത് പുതൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇതുപോലെ ഉമ്മത്താമ്പടിയിൽ നിന്നും ഘോഷയാത്രയായിട്ട് ആൾക്കാർ വരും. അവിടെ നിന്നും കുറേ പേര് തേര് വലിച്ചിട്ടും ഇതുപോലെ ചെറുനാരങ്ങ കവിളിൽ സൂലും കുത്തിയിട്ടൊക്കെ വരും കേട്ടോ. അതുപോലെ മുള്ളുമെതിയടി കൊണ്ട് നടന്ന് കുറച്ച് സ്ത്രീകൾ വരും. പിന്നെ കനൽച്ചാട്ടം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ 2 ഘോഷയാത്രയും അവിടെ വന്ന് ചേരുന്നതോട് കൂടിയാണ് ഇത് കംപ്ലീറ്റ് ആവുക കേട്ടോ. അപ്പോൾ ഈ തേര് അവിടെ എത്തുമ്പോൾ ഇതുപോലെ ലൈനിൽ നിന്നിട്ട് ഒറ്റ വലിയാണ് കേട്ടോ. ഓടിയിട്ടാണ് അവിടേക്ക് എത്തിക്കുക, അല്ലാതെ പറ്റില്ല കേട്ടോ. കുറച്ച് ദൂരം ഓടുമ്പോഴേക്കും അവർക്ക് മടുക്കും. അപ്പോൾ അവർ കുറച്ച് നേരം വിശ്രമിക്കും. അപ്പോൾ അവിടെ ആൾക്കാർ ഇതുപോലെ വെള്ളമൊക്കെ കൊടുക്കും. ഈ കവിളിൽ മഞ്ഞപ്പൊടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് പോകുന്ന വഴി ഉടനീളം ആൾക്കാർ വെള്ളം ഒഴിക്കുന്നുണ്ട് റോഡിൽ കൂടെ. നല്ല ചൂടല്ലേ, ഭയങ്കര വെയിലല്ലേ. അപ്പോൾ അത് ഒന്ന് കുറയ്ക്കാനായിട്ട്, ഇവർക്ക് ചൂടുണ്ടാവാതിരിക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്തുള്ള വീടുകളിലെ ആൾക്കാർ വെള്ളം എടുത്തുകൊണ്ടുവന്ന് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പ്രധാന ഉത്സവമാണ് കേട്ടോ ഇവിടുത്തെ. പക്ഷേ ഈ പുതൂർ പഞ്ചായത്തിലുള്ള എല്ലാ ആൾക്കാരും തന്നെ വരും. പക്ഷേ ബാക്കിയുള്ള അവിടെ നിന്ന് ആൾക്കാർ വരൽ കുറവാണ് കേട്ടോ. ഇതുപോലെ ചെറിയ അമ്പലങ്ങളിലൊക്കെ പരിപാടിയുള്ള സമയമാണ് ഈ ഏപ്രിൽ-മെയ് മാസങ്ങളിൽ. അപ്പോൾ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ ഇവിടുത്തെ അമ്പലത്തിൽ തന്നെ ഭക്ഷണം ഉണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വെജിറ്റബിൾ ബിരിയാണി ആയിരിക്കും. പുതൂർ മുള്ളി റോഡ് അടിപൊളിയാണ് കേട്ടോ. ബാക്കിയുള്ള അട്ടപ്പാടി റോഡുകളെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി റോഡാണ് മുള്ളി റോഡ്. പക്ഷേ എന്ത് പറയാനാണ്, അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഊട്ടിക്കുള്ള മെയിൻ വഴി എന്നുള്ള നിലയിൽ അവിടെ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഊട്ടിക്കുള്ള പോവൽ നിർത്തിയിരിക്കുകയല്ലേ ഗവൺമെൻറ്.
അതുകൊണ്ട് അതിലിപ്പോൾ വണ്ടികളൊന്നും അധികം പോക്ക് കുറവാണ്. അവിടെ പ്രദേശവാസികൾക്ക് മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ, ചെക്ക് പോസ്റ്റ് അടച്ചിരിക്കുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ അടിപൊളി റോഡൊക്കെയാണ്, നല്ല സ്ഥലമാണ് കേട്ടോ ഊട്ടിക്ക് പോകുന്ന വഴിയൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ടൂറിസ്റ്റുകാരുടെ മെയിൻ സ്പോട്ട് തന്നെ ആണെന്ന് പറയാം കേട്ടോ ഇത്. തേര് മുന്നിലേക്ക് നീങ്ങും തോറും ആൾക്കാർ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. ഓരോ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും അതാത് ഭാഗത്ത് തേര് എത്തുന്നതോട് കൂടിയിട്ട് അവരുടെ കൂടെ ചേർന്നിട്ട് അമ്പലത്തിലേക്ക് നടന്ന് നീങ്ങുകയാണ് ചെയ്യണത് കേട്ടോ. കുറച്ച് ദൂരം അധികം നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തേര് വലിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനും അതുപോലെ അവർക്ക് ക്ഷീണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർ കുടത്തിൽ വെള്ളവും ഒക്കെ എടുത്ത് അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കാലിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നേരിൽ കാണുമ്പോൾ ദൈവമേ ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് തോന്നിപ്പോകും കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അത്രത്തോളം ഭക്തിയിലാണ് അവരത് ചെയ്യുന്നത്. അവർക്കതൊരു വിഷയമല്ല, അത് മാറും എന്നാണ് അവർ പറയണത് കേട്ടോ. അല്ലെങ്കിൽ അത്രയും ദൂരം അവർക്ക് നടക്കാനായിട്ട് പറ്റില്ല. അത്രയും ഭക്തി മനസ്സിലുള്ളതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഒരു മാസത്തോളം കഠിന വ്രതമൊക്കെ എടുത്തിട്ടാണ്, ഒരു മാസത്തോളം വ്രതം അനുഷ്ഠിച്ചിട്ടാണ് ഇവർ ഇതുപോലെയുള്ള നേർച്ചകൾ ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് അത് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രാർത്ഥനയുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള നേർച്ചകൾ ചെയ്യാട്ടോ. അതൊരു പിന്നെ അമ്പലത്തിൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് നേരെ ഞങ്ങൾ കുലുക്കി സർബത്ത് കുടിക്കാനായിട്ട് പോയി. കുലുക്കി സർബത്ത് കുടിച്ചപ്പോൾ അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മാംഗോ പിന്നെ വേറെ എന്തോ പിസ്ത അങ്ങനെ കുറേ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കൊള്ളിലായിരുന്നു കേട്ടോ. കുലുക്കി സർബത്ത് 2 എണ്ണം കുടിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല കേട്ടോ കുടിക്കാനായിട്ട്, നന്നായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. കുലുക്കി സർബത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കോളിഫ്ലവർ ചില്ലി കുഴപ്പമുണ്ടായില്ല, കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ എന്തൊക്കെയോ സോസൊക്കെ ഒഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോഴേക്കും തേര് അടുത്തെത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെയാണ് ഇനി അടുത്ത പരിപാടികൾ. അത്യാവശ്യം കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സ്റ്റീൽ പാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളും പിന്നെ ചട്ടികളും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെയാണ് മെയിൻ കവലാട്ടോ. അവിടെ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡുള്ളതും. നല്ല അമ്പലമാണ് കേട്ടോ. ശരിക്കും ഇവിടുത്തെ മെയിൻ ഉത്സവമായതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത് ചെറിയൊരു ദിവസത്തിൻ്റെ ഇതായതുകൊണ്ട് ഇത്രയധികം തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി എല്ലാ തേരുകളും അമ്പലത്തിലേക്ക് അടുക്കുകയാണ് കേട്ടോ. അതുപോലെ ശൂലം കുത്തിയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ അവിടെ ചെന്നിട്ടാണ് അഴിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ എത്തുമ്പോഴേക്കും സാമി ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര ഭക്തിയുടെ ഒരു കാഴ്ചയായിരുന്നു കണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടൊക്കെയാണ് വന്നത്. എന്നാലും അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ പ്ലേറ്റ് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മണമായിരുന്നു. വെജിറ്റബിൾ ബിരിയാണിയുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയുടെ മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ പ്ലേറ്റ് വാങ്ങിയിട്ട് അവിടുന്ന് വെള്ളവും ഭക്ഷണവും ഒക്കെ വാങ്ങിയിട്ട് ഒരു ഭാഗത്ത് നിന്ന് കഴിച്ചു കേട്ടോ. ഏട്ടൻ കഴിച്ചില്ല. പക്ഷേ കുഞ്ഞാവയ്ക്ക് ഇങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ അവൻ 1-2 വായ കഴിക്കും കേട്ടോ. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലും അവൻ കഴിക്കില്ല. അപ്പോൾ അങ്ങനെ പൊന്നും ഞാനും ചേച്ചിയും കുട്ടികളും എല്ലാവരും കൂടി ലൈൻ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങി ഒരു ഭാഗത്ത് നിന്ന് സാവധാനം കഴിച്ചപ്പോഴേക്കും തേര് വരാനുള്ള സമയമായിട്ടുണ്ട്. തേര് വരാറാവുമ്പോഴേക്കും ആൾക്കാർ അവിടെ നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് നിൽക്കാനൊന്നും സ്ഥലമേ ഉണ്ടാവില്ല.
അപ്പം അവിടെ നിന്നാലേ നമുക്ക് നേരെ തേര് അമ്പലത്തിലേക്ക് അടുക്കുന്നത് കാണാനും പറ്റുള്ളൂ കേട്ടോ. അമ്പലത്തിലേക്ക് അടുക്കുന്നതോടുകൂടി അവരുടെ നേർച്ച കഴിയാണ്. അപ്പം അവിടെ നിന്നാണ് അവർ ശൂലമൊക്കെ അഴിച്ചെടുത്തിട്ട് ആ കവിളിലൊക്കെ ഭസ്മമൊക്കെ തേച്ച് അവർ വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ തിരിച്ച് വരിക കേട്ടോ. അപ്പം ഈ തുടുക്ക് ഇങ്ങനെ ഈ ട്രഡീഷണൽ ഡാൻസിൻ്റെ ഒക്കെ ഒപ്പമുള്ള അങ്ങനത്തെ ആ ചെണ്ടയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. നല്ല വൈബായിരുന്നു. കുറേ പേര് വ്ളോഗൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ കൂടുതൽ പിന്നെ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ ഉള്ള ആൾക്കാരും. അടിപൊളിയായിരുന്നു സംഭവം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഉത്സവമൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.